പുതുതലമുറയ്ക്ക് അപരിചിതമായ കർക്കിടക രുചിവൈവിധ്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് ചാലക്കുടി വ്യാസവിദ്യാനികേതൻ മാതൃസമിതിയിലെ അമ്മമാർ. പ്രകൃതി നൽകിയ ഔഷധങ്ങളുടെ കൂടി ഗുണവുമായി പൈതൃക രുചിയുടെ ലോകമാണ് തുടർച്ചയായ 6ാം വർഷവും ഈ അമ്മമാർ ഒരുക്കിയത്. തഴുതാമയും കരിനൊച്ചിയിലയും അശോകപ്പൂവുമെല്ലാം വെറും ചെടികളല്ലെന്നും അവയ്ക്കുള്ളിലെല്ലാം അത്ഭുതകരമായ ഔഷധ ഗുണങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും അമ്മമാർ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു. രാമയ്യനും കടിത്തൂവത്തോരനും കല്ലിൽ അരച്ചെടുത്ത അമ്മിയാർ ദോശയും മത്തൻപൂവ് ബജിയും മത്തങ്ങ കൊഴുക്കട്ടയും ചെമ്പരത്തി ജ്യൂസുമൊക്കെ കുട്ടികൾ കൗതുകത്തോടെയും കൊതിയോടെയും രുചിച്ചു നോക്കി. 350ഓളം നാടൻ വിഭവങ്ങൾ നിറഞ്ഞ മേശകൾക്ക് ചുറ്റും നിന്നപ്പോൾ കുട്ടികൾ കണ്ടത് വെറുമൊരു ഫുഡ് ഫെസ്റ്റ് അല്ല, പഴമക്കാർ കാത്തുവെച്ച നാട്ടറിവുകളുടെയും പ്രകൃതി സ്നേഹത്തിന്റെയും കൂടി പാഠപുസ്തകമായിരുന്നു. പുതിയ കാലം മറന്നുപോയ ആ പഴയ രുചികളിലൂടെ അമ്മമാർ കുരുന്നുകൾക്ക് പകർന്നു നൽകിയത് മണ്ണിനോട് ചേർന്ന് നിൽക്കേണ്ടതിന്റെ ജീവിത സത്യം കൂടിയാണ്. ഇതില് നമ്മളുടെ അമ്മമാർ ഇതിനു വേണ്ടി ഏകദേശം 1 മാസത്തെ അധ്വാനം ഉണ്ടായിരുന്നു. അവരുടെ മീൻസ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരോട്, പഴയ ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട്, ഇപ്പൊ രാമയ്യൻ, നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന മാങ്ങണ്ടി ഹൽവ, പിന്നെ നമുക്ക് മുക്കൂറ്റി കൊണ്ടുള്ള ലഡു ഉണ്ട്. മുക്കൂറ്റി, അതായത് നമ്മൾ ദശപുഷ്പങ്ങളിൽ കർക്കിടക മാസം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ദശപുഷ്പം. ദശപുഷ്പങ്ങളിൽ ഒന്നാണ് മുക്കൂറ്റി. ഒരുപാട് ഔഷധ ഗുണങ്ങളാണ്. ആ മുക്കൂറ്റിയുടെ ഹൽവ, ലേഹ്യം തുടങ്ങിയ ഒരു 350ഓളം വിഭവങ്ങൾ ഇന്നിവിടെ അമ്മമാർ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ പുതുതലമുറയെ, നമ്മുടെ കുട്ടികളെ, അവരിപ്പോ ന്യൂഡിൽസിന്റെയും ഈ പറഞ്ഞ പോലെ മന്തിയുടെ ഒക്കെ പിന്നാലെ പോണ കുട്ടികൾക്ക് ഇനി ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ കഴിച്ചു വളരട്ടെ. പറമ്പിലെ വേലിക്കൽ തഴച്ചു വളരുന്ന കരിനൊച്ചിയും തഴുതാമയും മുതൽ ചോരച്ചുവപ്പുള്ള അശോകപ്പൂവും മുക്കുറ്റിയുമെല്ലാം അടുക്കളയിൽ അത്ഭുതങ്ങളായി മാറുന്നത് കുട്ടികൾ കൗതുകത്തോടെ നോക്കി നിന്നു. നാടൻ വിഭവങ്ങൾ കൊണ്ടുള്ള ഫുഡ് ഫെസ്റ്റിലൂടെ ഓർമ്മകളുടെയും ആരോഗ്യത്തിന്റെയും ഗൃഹാതുരമായ നാട്ടുരുചികൾ തിരികെ പിടിക്കുകയാണ് വ്യാസയിലെ അമ്മമാർ. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.